ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഡൊമിനോസിലൊക്കെ പോയിട്ട് കഴിക്കുന്ന അതേ ഗാർലിക് ബ്രെഡിൻ്റെ ടേസ്റ്റുള്ള ഒരു ബ്രെഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രെഡ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗാർലിക് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് ഒരു പാക്കറ്റ് ബട്ടർ ആവശ്യമായിട്ടുണ്ട്. സാൾട്ടഡ് ബട്ടറോ അൺസാൾട്ടഡ് ബട്ടറോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഒറീഗാനോ, ക്രഷ്ഡ് ചില്ലി, ഇത്രയാണ് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഗാർലിക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗാർലിക് ക്രഷർ വെച്ചിട്ടാണ് കേട്ടോ ക്രഷ് ചെയ്തെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഗാർലിക് നന്നായി ക്രഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1.5 ടീസ്പൂൺ അളവിൽ ഒറീഗാനോ, 1.5 ടീസ്പൂൺ അളവിൽ ക്രഷ്ഡ് ചില്ലി, കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ സാൾട്ടഡ് ബട്ടർ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മളൊരു മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ബട്ടർ പുറത്തെടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു കാരണവശാലും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ബട്ടറിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആവുന്നേ വരെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ മെൽറ്റായ ബട്ടർ ഉണ്ടല്ലോ, അത് നമ്മൾ ബ്രെഡിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു വശത്ത് തേച്ചിട്ട് നമ്മൾ പാനിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഈ ബ്രെഡ് ഒന്ന് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മറ്റേ സൈഡ് കൂടെ തേച്ചിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ രണ്ട് വശം നമ്മൾ ബട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മുരിച്ചിലോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഗാർലിക് ബ്രെഡ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. സാധാരണ എല്ലാവരും ഒരു സൈഡ് മാത്രമാണ് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ രണ്ട് സൈഡും ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് സൈഡിലും അപ്ലൈ ചെയ്തതിന് ശേഷം വേണം ഇതൊന്ന് മൊരിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഇതേ ബ്രെഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ബ്രെഡ് ഒന്ന് മൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേ ബ്രെഡ് മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ. ആ ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റി കൊടുക്കാം. നിങ്ങളെല്ലാവരും അതും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ഡൊമിനോസിലൊക്കെ പോയിട്ട് കഴിക്കുന്ന അതേ ഗാർലിക് ബ്രെഡിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നോമ്പിന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വിഭവം കൂടെ റെഡി ആയിട്ടില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഫീഡ്ബാക്ക് തന്നെ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ്.